തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓൾറെഡി പ്രിവ്യൂ കണ്ടതാണ്, എന്നാലും നമുക്ക് പരിചയമില്ലാത്ത ഓഡിയൻസിന് മുമ്പിൽ വെച്ചിട്ട് ഇപ്പോൾ സിനിമ കാണുന്നത് ആദ്യത്തെ ഷോയാണ്. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. 50 പുതുമുഖങ്ങൾ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് 30 ക്രെഡിറ്റ്സ് ഞാൻ തന്നെ ചെയ്തിട്ടാണ് മൂവി ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് 2015 ഓർമ്മകളിൽ മഞ്ഞാലും എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. തമിഴിൽ ഒനാൻ എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആണ്, കാരണം ഒരു വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് നമ്മൾ ക്ലെയിം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ആയിട്ട് ചെയ്ത പടം സ്വാഭാവികമായിട്ട് 30 ക്രെഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നിലവാരമൊക്കെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട്, പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ് ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ബാക്കി പറയേണ്ട പ്രേക്ഷകരാണ്. ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവിടെ പോയി ആൻ്റണി സർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ന്യൂ കമറിൻ്റെ രീതിക്ക് ഭയങ്കര സന്തോഷം വരും, നല്ല ക്യാരക്ടർ കിട്ടിയത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ ആൻ്റണി എബ്രഹാം സാർ 30ഓളം ഈ സിനിമയുടെ മേഖലകളിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത പടം എന്നുള്ളൊരു പെരുമ ഈ പടത്തിലുണ്ട്. അദ്ദേഹം മുൻപ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ ഇതുവരെ 21 മേഖലകളിൽ മാത്രമാണ് ഡൽഹിക്കാരനായ ഒരു ഡയറക്ടർ കൈവച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് 30 മേഖലകളിൽ ഒരു ഡയറക്ടർ കൈവച്ചിരിക്കുന്നത് നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചാൻസുകൾ കിട്ടും, പക്ഷേ അവരെ പോലെ തന്നെ അഭിനയിക്കാൻ അറിയാവുന്ന അറിയപ്പെടാത്ത ഞങ്ങളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു എല്ലാ പുതുമുഖങ്ങൾക്കും ഒരു 40ഓ 50ഓ പുതുമുഖങ്ങൾക്ക് ഫുള്ളായിട്ട് ചാൻസ് തന്ന് ഒരു പടം പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടറുടെ ഫുൾ പവർ തന്നെയാണ്. നല്ലൊരു മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണം. കുറേ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ സാറാണെങ്കിലും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങളെ ട്രെയിൻ ചെയ്ത് ചെയ്യിപ്പിച്ചു. എല്ലാം കൊണ്ട് നല്ലൊരു പടം, ഇന്നത്തെ കാലത്തിന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒരു കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ന്യൂ കമേഴ്സ് ആണെങ്കിലും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് അവർ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണം. വളരെ കാലം കൂടി പുതുമുഖങ്ങൾ മാത്രം അഭിനയിച്ച നല്ലൊരു സിനിമ. സാധാരണ പുതുമുഖങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത്ര പെർഫെക്റ്റായിട്ട് കാണാൻ സാധിക്കില്ല. നല്ല നായകനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനും ഫോട്ടോഗ്രാഫിയും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് കുറവാണെന്നേ ഉള്ളൂ, ഒട്ടും അങ്ങനെ ബോറടിക്കില്ല. എല്ലാം പരസ്പരം നന്നായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണ പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ കാണും. ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സത്യത്തിന് അതിനൊരു ഫോക്കസിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനപ്പുറം അതിൻ്റെ ഗാനങ്ങൾ അത് ഏറ്റവും മികച്ചതായിരുന്നു. അതിന് ഏറ്റവും ഒരു കൗതുകമുള്ളതെന്ന് പറയുന്നത് 30ഓളം ഒരു സിനിമേൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ആൻ്റണി എബ്രഹാം ചെയ്തു എന്നുള്ളത് വളരെ ഒരു മനോഹരമായ ഒരു ലോക ചരിത്രത്തിൽ തന്നെ ഒരു കൗതുകകരമായ കാര്യമാണ് കാണുന്നത്. കഥയായാലും തിരക്കഥയായാലും അതുപോലെ തന്നെ ഗാനരംഗങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് ഇത് നമുക്കൊരു മലയാളത്തിന് തന്നെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഈ സിനിമ അത് ലോക തലത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ളതിൽ സംശയമില്ല. ഇത്തരം സിനിമകളാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം. പേര് പോലെ തന്നെ നല്ല സിനിമ. സത്യം നമ്മൾ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് സത്യമുള്ളതുകൊണ്ടാണ് ഇത് പെൺകുട്ടിക്ക് സ്വതന്ത്രരാകാൻ പറ്റിയത്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ച് മെസ്സേജുകളും അതിനകത്ത് കൊടുക്കുന്നുണ്ട്, നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. പെൺകുട്ടികൾ ട്രാപ്പിൽ പെടുന്നതിനെ കുറിച്ചുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ലൊരു സൂപ്പർ മെസ്സേജാണ്. ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ, നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട്. ഈ സിനിമ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പടം നന്നായിരുന്നു. എല്ലാം പുതുമുഖ ആൾക്കാരാണ്. ഡയറക്ടർ എനിക്ക് 1-2 പടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും പുതുമുഖങ്ങളാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഫീൽ നമുക്ക് തോന്നുന്നു. നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചെറിയ സിനിമയാണെങ്കിൽ പോലും ഒരു 1-2 മെസ്സേജ് തരുന്ന സിനിമയാണ്. അത് എസ്പെഷ്യലി ന്യൂ ജെൻ പിള്ളേർക്ക് പറ്റുന്ന അബദ്ധങ്ങളും ഇതായിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, എന്നാലും ടോട്ടലി വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നന്നായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു.